ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എസ് കെ സജീഷ് അദാനിയെ കുറിച്ച് പറഞ്ഞത് CPM-ന്റെ സ്ഥിരം ചർച്ചകൾക്ക് വരുന്ന ആളുകൾ അദാനിക്ക് പോർട്ടുകൾ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ കൊടുക്കുന്നു, അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കുന്നു, അദാനി ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പണ്ട് ഇവര് ബിർളയും ടാറ്റയ്ക്കും ഗോയങ്കയ്ക്കും എതിരൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. ടാറ്റ, ബിർള, ഗോയങ്ക എന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ അംബാനി, അദാനി എന്നായി ഒരു മുദ്രാവാക്യം മാറി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നല്ല മൃഷ്ടാന്നം ഭോജനം കൊടുത്ത് പാലട പായസവും കുടിപ്പിച്ച് പപ്പടവും പഴവും കൂട്ടി പറഞ്ഞയച്ചത് ആരാണ്? അദാനിയുടെ മകനെ, കരണദാനിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞയച്ചത് ആരാണ്? ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് വിഴിഞ്ഞം പോർട്ടിൽ 5000 കോടിക്ക് മേലെ അഴിമതി ഉണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദാനിയുടെ പേരുള്ള ബലൂണും ഉയർത്തിപ്പിടിച്ച് അല്ലെ, വിഴിഞ്ഞം പോർട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് അവിടേക്ക് വന്ന ഒരു കപ്പൽ, അവിടേക്ക് കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ യന്ത്രമിറക്കാൻ വന്നൊരു കപ്പൽ, ആ കപ്പൽ വന്നതിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ട് ഇതാ കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവം കൊണ്ടുവന്നു. ഒരു സ്ഥലത്ത് അദാനിയെ വിളിച്ച് സ്വീകരിക്കുക, അദാനിയോടൊപ്പം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറുക, അദാനിയുടെ പേരുള്ള ബലൂൺ ആകാശത്തേക്ക് ഉയർത്തിവിട്ട് ആഹ്ലാദിക്കുക, അതിന്റെ പേരിൽ വലിയ വികസന നായകൻ എന്ന പേര് നടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദാനിയെ കുറ്റം പറയുന്നതിൽ ഇത് അദാനി കാണില്ല എന്നുള്ളത് കൊണ്ടാണോ? നാളെ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നിങ്ങൾ വേണ്ട എന്ന് പറയോ? നിങ്ങൾക്ക് അദാനിയോട് വിരോധമൊന്നുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ്. ഇത് പച്ച കാപട്യമാണ്, കള്ളമാണ്, കാപട്യമാണ് അദാനി വിരോധം എന്നൊക്കെ പറയുന്നത്. നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും എതിരായിട്ടായിരുന്നു ഒരു 80കളിലും 90കളിലും ഒരു മുദ്രാവാക്യം വിളിച്ചത്. കാരണം അന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങൾ അവരാണ്, സ്വകാര്യ കമ്പനികൾ അവരാണ്. അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൂർഷ ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. ഇവർക്ക് സ്വകാര്യ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഹറാമാണല്ലോ, പച്ചക്കള്ളമാണ്. എല്ലാ മുതലാളിമാരുമായിട്ടും ചങ്ങാത്തമുള്ളത് ഇവർക്കാണ്. വെള്ളച്ചിലൊന്നും നടക്കുകയല്ല, എനിക്കിട്ടും കിട്ടി തട്ട് വിട്ടോ. ഇതിന്റെ സ്ഥാനം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള കേരളത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം വാചാലാകുന്നത്. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത, തൊഴിലിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നതൊക്കെ വാസ്തവത്തിൽ കണ്ണടച്ചിരുട്ടാക്കലാണ്.